എല്ലാവർക്കും നമസ്കാരം. സനാതനം ധർമ്മ പാഠശാല നമ്മുടെ ആചാര്യനും അധ്യാപകനുമായ രാജേഷ് നാദാപുരം അവർകൾ 2019 ജൂലൈ 1 മുതൽ ആരംഭിച്ച ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. അതിൽ ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം, അതുപോലെ തന്നെ ഷോഡശ സംസ്കാര സംബന്ധമായ ക്ലാസ്സുകൾ ഓരോ ദിവസവും 10 മിനിറ്റ് വെച്ച് വാട്സപ്പ് വഴി എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. അതിപ്പോൾ 88ാമത്തെ ബാച്ച് ഈ മാസം ആരംഭിച്ചു. സാധാരണക്കാരിൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ സനാതന ധർമ്മ സംബന്ധമായ ആ വിജ്ഞാനം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഭാരതത്തിന് വെളിയിലും ഒരുപാട് അംഗങ്ങൾ ഇതിൽ ഉണ്ട്. അതിൻ്റെ ഒരു സംരംഭം എന്നുള്ള നിലയ്ക്ക് കുട്ടികളിൽ രാമായണ തത്വം ശരിക്കും മനസ്സിലാക്കിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ വർഷം എറണാകുളം പാലാരിവട്ടത്ത് വെച്ച് 1200ഓളം കുട്ടികളുടെ രാമായണ പാരായണ സദസ്സ് നടക്കുകയുണ്ടായി. വളരെ ഭംഗിയായി, വളരെ ചിട്ടയായി കുട്ടികൾ രാമായണ പാരായണം നടത്തുകയുണ്ടായി. ഈ വർഷവും ഈ രാമായണ മാസത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഈ പാരായണം നടന്നു വരികയാണ്. 9ഓളം ജില്ലകളിൽ എന്ന് പറഞ്ഞാൽ ആൾറെഡി ഇതിൻ്റെ പാരായണ സദസ്സ് നടന്നു. ഇനി 5 ജില്ലകളിൽ കൂടി ബാക്കിയുണ്ട്. ഈ വരുന്ന 8-ാം തീയതി തൃശ്ശൂർ ജില്ല അടക്കം 3 ജില്ലകളിൽ ഇതിൻ്റെ പരിപാടി നടക്കുന്നതാണ്. തൃശ്ശൂർ ജില്ലയിൽ അയ്യന്തോളുള്ള TGSM സരസ്വതി വിദ്യാനികേതനിൽ വെച്ചാണ് രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 4:30 വരെ കുട്ടികളുടെയും അതുപോലെ തന്നെ മുതിർന്നവരുടെയും രാമായണ പാരായണ സദസ്സ് ഭക്ഷണത്തിന് മുന്നേ, ഉച്ചയ്ക്ക് മുന്നേ നടക്കുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം രാമായണ സംബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാപരിപാടികളും സ്കിറ്റുകളും എല്ലാം അവതരിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു 10ഓളം അധ്യാപകർ, പ്രത്യേകിച്ച് അമ്മമാരാണ് കുട്ടികളെ നിരന്തരം വേണ്ടതായ പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ഉദ്യമത്തിലേക്ക് വേണ്ടി കുട്ടികളെ തയ്യാറാക്കിയെടുക്കുന്നത്. ഞങ്ങളെല്ലാം ഇതിൻ്റെ ഭാരവാഹികളാണ്. ഇവിടെ ഇന്നത്തെ ദിവസം ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു അവലോകനം തരുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ കൂടിയിരിക്കുന്നത്. 8-ാം തീയതി വരുന്ന ശനിയാഴ്ച നടക്കുന്ന പരിപാടി 9 തൊട്ട് 4:30 വരെയാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അധ്യാപകനും സംയോജകനുമായ ശ്രീ രാജേഷ് നാദാപുരം അവർകൾ വന്ന് ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരെ, പ്രത്യേകിച്ചും അമ്മമാരാണ്, അവരെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ഞാൻ തൃശ്ശൂർ ജില്ലയുടെ അധ്യക്ഷനാണ്, പേര് സോമസുന്ദരൻ. രാജേന്ദ്രൻജി സെക്രട്ടറി, നമ്മുടെ സംസ്ഥാന അംഗവും ജില്ലാ ട്രഷററുമായ മിസ്റ്റർ ബാലചന്ദ്രൻ, മുൻ സെക്രട്ടറിയും ഇപ്പോൾ കമ്മിറ്റി അംഗവുമായ സോഹൻ എ നായർ, ഇവരാണ് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്യമം വളരെ ഭംഗിയായി നടക്കുകയും അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ മലയാളികളുടെയും സഹായ സാന്നിധ്യവും അഭ്യർത്ഥിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രസ് മീറ്റ് നടത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇരുന്നൂറ് പേരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം പാലാരിവട്ടത്ത് വെച്ച് 14 ജില്ലകളിലും കൂടിയിട്ടാണ് ചെയ്തത്. സംസ്ഥാനത്ത് 1400 കുട്ടികളുണ്ടായിരുന്നു. പേരൻസും ടീച്ചേഴ്സും എല്ലാം കൂടി 2400 പേരുടെ വലിയൊരു വിധമായിരുന്നു. SNDP ഉള്ളത്
ഇല്ല. ഉച്ച കഴിഞ്ഞിട്ട് കുട്ടികളുടെ സ്കിറ്റും ചോദ്യോത്തരവും അങ്ങനെ പരിപാടികളും ഉണ്ട്. പാരായണ കാലത്ത് പല സ്റ്റേജുകളായിട്ട് കുട്ടികളിൽ നിന്ന് ചെറിയ കുട്ടികൾ, പിന്നെ അടുത്ത കുട്ടികൾ, അങ്ങനെ ആ സ്റ്റേജ് ആയിട്ടാണ് മുതിർന്നവർ. മെയിനായിട്ട് കുട്ടികളിലേക്ക് പാരായണം എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം പാലാരിവട്ടത്ത് നടന്നതിൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾക്കാണ് നല്ല പാരായണത്തിനുള്ള സമ്മാനം ലഭിച്ചത്. 14 ജില്ലകളും ഉണ്ടായിരുന്നു. അതെ, അധ്യാത്മരാമായണം ആദ്യകാണ്ഡം, രണ്ടാമത്തെ കാണ്ഡം, ബാലകാണ്ഡം, അയോധ്യകാണ്ഡം, അതാണ് ഉദ്ദേശം. വന്നിട്ടുണ്ട്. കാരണം വളരെ മിടുക്കന്മാരായിട്ടുള്ള പാരായണം നടത്താൻ പോകും. ഓൺലൈനായിട്ട് എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകളുണ്ട്, അവരെ കൊണ്ട് ചൊല്ലിക്കും. ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം ശൈലി അവർക്ക് പറഞ്ഞു കൊടുക്കും. അത് തന്നെ അവർ ഫോളോ ചെയ്യും. കുട്ടികളിലാകുമ്പോൾ പെട്ടെന്ന് ഇത് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. 2 ദിവസം മുന്നേ ഇവിടെ പൂങ്കുന്നത്ത് വെച്ചൊരു റിഹേഴ്സൽ നടത്തി. ഓൺലൈനാകുമ്പോൾ നെറ്റ് സംബന്ധമായ ചില വേരിയേഷൻസ് വരാം. അപ്പോൾ അത് മുഖാമുഖം കണ്ടുകൊണ്ട് അത് അറിയുന്നതിന് വേണ്ടി പൂങ്കുന്നത്ത് വെച്ച് എല്ലാവരും വരണം അവിടെ വെച്ച്. അതെ, ഉദ്ഘാടനം ഉണ്ട്. ശരിക്കും ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ഇപ്രാവശ്യം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇന്ന ആളെ എന്നുള്ളത്. സാധാരണ ഞങ്ങൾ കമ്മിറ്റിയോടെ ചെയ്യാറ്, ജില്ലാ സമിതിയാണ് ചെയ്യാറ്. അപ്പം ഉദ്ഘാടനത്തിന് ഞങ്ങൾ സമയം വളരെ കുറച്ചേ വെച്ചിട്ടുള്ളൂ. ആകെ അരമണിക്കൂറിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കണം. അത് കഴിഞ്ഞാൽ ഒരു പ്രഭാഷണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉദ്ഘാടനത്തിന്. മെയിൻ കൊടുക്കുന്ന ഉദ്ദേശങ്ങൾ പാരായണത്തിന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം വരും. അദ്ദേഹം വന്നതിന് ശേഷം പിന്നെ ആചരണവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു പ്രഭാഷണം ഉണ്ടാകും. രാമായണത്തെ കുറിച്ച് ഉള്ള ഒരു പ്രഭാഷണം, കുട്ടികൾക്കുള്ള മെസ്സേജുകളും എല്ലാം അതിലടങ്ങും. അതാണ് ഹൈലൈറ്റ് അവർ വരാറുണ്ട്. അപ്പം ഞങ്ങളുടെ ഉദ്ദേശിച്ച് ഹൈലൈറ്റ് കുട്ടികളിൽ രാമായണത്തിൻ്റെ ആ മെസ്സേജ് എല്ലാ കുട്ടികൾക്കും എത്തിക്കുക. അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ സെൽഫായിട്ട് അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് അവ ക്യാരക്ടേഴ്സിനെ അവർക്ക് ഓർമ്മ വരും അങ്ങനത്തെ പ്രതിസന്ധി കടക്കുമ്പോൾ. അതിനെ തരണം ചെയ്യാനുള്ളതാണ് ഇദ്ദേഹം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. രാമായണ ആയാലും ഭഗവത്ഗീത ആയാലും മഹാഭാരത ആയാലും അതിൻ്റെ എല്ലാ ക്യാരക്ടറെയും പറ്റിയുള്ള ഓരോരുത്തരുടെ വിവരണങ്ങളും ഓരോ ശ്ലോകം അനുസരിച്ച് അതിനെ വിവരിച്ച് അദ്ദേഹം കുട്ടികൾക്ക് നല്ല ഒരു ക്ലാസ്സാണ് കൊടുക്കുന്നത്. അതിനെ പിന്തുടർന്നിട്ട് നമ്മളും അതിനെ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു.